ഹലോ, അസ്സലാമു അലൈക്കും. ഇത് നമ്മളെ പാത്തു രാവിലെ തന്നെ എഴുന്നേറ്റു. രാവിലെ തന്നെ എഴുന്നേറ്റ് സൂര്യനെ നോക്കാനാണ് പരിപാടി. സൂര്യോദയം കാണാനായിട്ട് നട്ടുച്ചയ്ക്ക് എണീച്ച് ചെറിയുള്ള ആളുകൾ അങ്ങനെ സൂര്യനെ കണ്ടു, സന്തോഷമായി. ഇനി നമുക്ക് പല്ല് തേക്കണം. പല്ല് തേക്കാനുള്ള ബ്രഷും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് നമുക്ക് താഴത്ത് പോയിട്ടാണ് അടുക്കള പരിപാടിയൊക്കെ നോക്കണമല്ലോ, വീട്ടിലത്തെ പരിപാടിയൊക്കെ നോക്കണം. അങ്ങനെ രാവിലെ എണീച്ച് സ്കൂൾ പറമ്പൊക്കെ നോക്കാനൊരു രസമാണ്. ആ പറമ്പും ആ പെയിൻ്റ് അടിച്ചതും വാഴയൊക്കെ കണ്ടോ, എത്ര നല്ല ഇലയാണ്. ചോറ് തിന്നണമെങ്കിൽ ആ വാഴ ഇല കൊത്തിക്കൊണ്ട് വന്നിട്ട് ചോറിന് ഇലയിൽ കഴിക്കാം, ഭയങ്കര രസമാണ്. അങ്ങനെ നമുക്കിനി താഴത്തേക്ക് പോകാം. താഴത്ത് കുറേ പരിപാടികളുണ്ട്. രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ, എല്ലാവരും കഴിഞ്ഞു. ഇത് ഞങ്ങൾ ലേറ്റായ വണ്ടികളാണ്. അങ്ങനെ സ്റ്റെപ്പ് മന്ദം ഇറങ്ങിപ്പോകുന്ന പാത്തുമാണ്. എന്താ പത്തു, സ്റ്റെപ്പ് തീരുന്നില്ലേ? എന്ത് തല അറിയുന്നുണ്ടോ? അങ്ങനെ മന്ദം ഇറങ്ങുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആരൊക്കെ പ്ലേറ്റൊക്കെ ഇട്ടിച്ച് പോയിട്ടുണ്ട്. സംഭവം എല്ലാവരും എണീച്ചിട്ട് അവരവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്നുമില്ല. എന്നാൽ പിന്നെ ചൂലും എടുത്ത് മുറ്റത്തിറങ്ങിയിട്ട് രണ്ട് ഇല അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു വരാം. അങ്ങനെ മുറ്റം മൊത്തം തൂത്ത് വരണം. പിന്നെ ചെറിയ സ്ഥലമായതുകൊണ്ട് കൂടുതൽ പണിയൊന്നുമില്ല. ഒന്നിങ്ങട് ആകുന്നപ്പോഴത്തേക്ക് പരിപാടി കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്തുവിൻ്റെ തല അടിച്ച് പൊളിക്കും. അങ്ങനെയല്ല, കുറച്ചാണെങ്കിലും അത് നമുക്ക് ക്ലിയർ ആക്കാൻ കുറച്ച് സമയം വേണം. അങ്ങനെ പാത്തു അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ മുറ്റം അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് നേരെ ഇനി അടുക്കളയിലേക്കാണ് കയറുന്നത്. രാവിലെ അടുക്കളയിൽ അമ്മായി പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ ഞാനാണ് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതെന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. അത് വെച്ചിട്ടാണ് മുറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയത്. അങ്ങനെ പയറുകറി വെന്തു. പിന്നെ അതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചുണർത്തണം. എനിക്ക് വയറാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്ന് ഞാൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര മടിയനാണ്. പിന്നെ എന്താ പറയുക, നിങ്ങൾ കണ്ടോ, ഇതാണ് അവസ്ഥ. നമ്മൾ വിളിക്കാൻ ചെല്ലുമ്പോഴുള്ള അവസ്ഥയാണ്. അങ്ങനെ പിന്നെ താഴേക്ക് എഴുന്നേച്ച് വന്ന് അങ്ങനെ ചായ എടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ നല്ല ചൂട് പുട്ടും ചെറുപയർ കറിയുമാണുള്ളത്. പിന്നെ ആ ഇരിക്കുന്നത് അത് ഉമ്മ കഴിച്ചതിൻ്റെ ബാക്കി പുട്ടാണ്. വേസ്റ്റ് ആക്കിക്കൂടല്ലോ ഫുഡ്. അങ്ങനെ അത് ഞാൻ എടുത്തു. അങ്ങനെ ഇത് ഈവനിങ്ങത്തെ ഒരു വിഷിലാണ്. കാരണം വെച്ചാൽ അതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മഞ്ഞച്ചോറും നല്ല ചിക്കൻ കറിയാണ് വെച്ചത്. അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ഒരു ഈവനിങ് ടൈമിൽ സിസ്റ്ററിൻ്റെ അങ്ങ് പോകണമായിരുന്നു. ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ വീട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അങ്ങനെ ഈവനിങ്ങിന് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ കുറച്ച് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഇത് മാത്രമല്ല, ഇനി ഒരുപാട് വിശേഷവും വീട്ടിലുള്ള ആൾക്കാരെല്ലാം കാണിച്ചു തരാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.